ഒരെണ്ണം കിട്ടിയിടപ്പാ, കഴുതക്കണമ്പ്. പൂവല്ലേ, ആദ്യമായിട്ട് കിട്ടിയതാണ്. ഹായ്, നമസ്കാരം. വ്ളോഗേട്ടനാണ്. ഞാനേ ഇപ്പം നമ്മുടെ പുലിമുട്ടിൻ്റെ അവിടേക്ക് ഒന്ന് ഇറങ്ങിയതാ, ചേറ്റുവ പുലിമുട്ടിൻ്റെ അവിടേക്ക്. ജസ്റ്റ് ഒന്ന് ചൂണ്ടയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചൂണ്ടാന്ന് പറഞ്ഞാൽ സാധാരണ വടി ചൂണ്ട, അത് കൈച്ചൂണ്ട എന്നൊക്കെ പറയില്ലേ. നച്ചറയില്ലേ, നച്ചറ. നമ്മുടെ അവിടെ കയ്യരുമ എന്ന് പറയും, കൊച്ചിയിലൊക്കെ നച്ചറ എന്ന് പറയും. അപ്പോൾ നച്ചറ കുറേ നിൽക്കുന്ന കണ്ടു ഇന്നലെ വന്നപ്പോൾ. ഇന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഓരോ ദിവസവും ചേഞ്ചായി വരും അത്. ഇന്നലെ ഞാൻ വെറുതെ ഇവിടെ നടക്കാൻ വന്നപ്പോൾ കല്ലിൻ്റെ സൈഡിലൊക്കെ നച്ചറ ഒരുപാട് നിൽക്കുന്ന കണ്ടു. അപ്പോൾ അതിനെ ഒന്ന് പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ചെമ്മീനും വാങ്ങിച്ച്, ഒരു 50 രൂപ വരെ ചെമ്മീൻ വാങ്ങിച്ചു ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പോൾ റോഡ്, ഒരു പഴയ പോൾ റോഡ് ഇരുന്നെടുത്ത് ബാഗിൽ മടക്കി വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ, മറ്റേ റോഡ് പോലെ അല്ലല്ലോ, കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ബാഗിലങ്ങ് ഇരുന്നോളും. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇവിടെയൊക്കെ നോക്കിയത് ഈ സാധനങ്ങൾ മൊത്തം കുറേ വന്ന് അടിഞ്ഞിരിക്കുന്നുണ്ടാ, കുറേ ഉണ്ട് കേട്ടോ. കടലൊക്കെ നല്ല നോർമലായിട്ടോ, അടിപൊളിയായിട്ട് കിടക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തിരമാലകളില്ല, വളരെയധികം ശാന്തമായിട്ട് കിടക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പുലിമുട്ട്. വള്ളങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മീനുകളെ പൊതുവെ മീൻ കുറവാണ്. ഇപ്പോൾ മീനില്ല, ഹാർബറിൽ തന്നെ മീനില്ല. വള്ളക്കാർക്കും ബോട്ടുകാർക്കും ഒന്നും മീനില്ല. വള്ളങ്ങളൊക്കെ വെറുതെ മടങ്ങി വരാണ് പോയിട്ട്, മീനൊന്നും ഇല്ലാണ്ട്. വളരെ കുറച്ച് മീനേ കിട്ടണുള്ളൂ. ഹാർബറിലാണെങ്കിൽ ഫുള്ള് ഡ്രൈ ആയി കിടക്കുക, ഒന്നുമില്ല. ഹാർബറിൻ്റെ സൈഡിലുള്ള പട്ടികൾ പോലും പട്ടിണിയായി എന്ന് പറയാം. അത്രയും ശോകമാണ് അവിടുത്തെ അവസ്ഥ. ഇന്നിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. പൊതുവെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ്, മീൻ പൊതുവെ കുറവാണ്. ഇപ്പോൾ അത് ആ ഡിങ്കി, അതായത് കാരിയർ വള്ളം എന്ന് പറയും, നമ്മുടെ ആ വള്ളത്തിൻ്റെ കാരിയറാണ്. അത് മീനും കൊണ്ട് പോണതാണെന്ന് തോന്നുന്നു ഹാർബറിലേക്ക്. ഒഴുക്കുവലക്കാരുടെ വള്ളം പോകുന്നുണ്ട് അങ്ങോട്ട്. ആരോ ചൂണ്ടയിടുന്നുണ്ട് അവിടെ. ഇവിടെ ഒരു ബൈക്കൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ട്. അവിടെ ആരോ അറ്റത്താരോ ഒന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഇപ്പോൾ പൊതുവെ ചൂണ്ടക്കാരും കുറവാണ്, കാരണം ചൂണ്ടക്കാർക്കും മീൻ കുറവാണ്. പിന്നെ ഈ ടൈപ്പ് ഇപ്പോൾ നമ്മൾ കയ്യരുമ എന്ന് പറഞ്ഞല്ലോ, നച്ചറാനെ പിടിക്കാൻ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് തീറ്റ എടുക്കുമെന്നറിയില്ല. ചിലപ്പോൾ മീൻ കണ്ടാലും നല്ല തെളിവെള്ളമാണ്. ഇപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമാണ്, ശരിക്കും ഗ്ലാസ് പോലത്തെ വെള്ളം, കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളമാണ്. അത്രയും തെളിഞ്ഞ വെള്ളത്തിൽ ചിലപ്പോൾ തീറ്റ എടുക്കില്ല. എന്തായാലും ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിടാം. മീനുണ്ടെങ്കിൽ മീനുണ്ടെങ്കിൽ ചൂണ്ടിയിട്ട കാര്യമുള്ളൂ, അല്ലാണ്ട് കാര്യമില്ല. നല്ല ഒഴുക്കുണ്ട് കേട്ടോ, വെള്ളം നല്ല ഒഴുക്കുണ്ട്. അപ്പോൾ നമ്മൾ പൊന്ത് ഫ്ലോട്ട് ഇട്ടിട്ട് ചൂണ്ടാനുള്ള പരിപാടിയാണ്. ഒറ്റ സിംഗിൾ ഹുക്കാണ്. അപ്പോൾ നോക്കട്ടെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും വെള്ളവും ഡിങ്കിയും എല്ലാം തിരിച്ച് പോകുന്നുണ്ട് ഹാർബറിലേക്ക്. വല്ലതും മീൻ കിട്ടിയിട്ടാണോ പോണത് അറിയില്ല. ചേറ്റുവല പോയിട്ട് വാങ്ങിച്ചു ചെറിയ ചെമ്മീൻ. ബാക്കിയുള്ളിടത്തൊക്കെ വലിയ ചെമ്മീനായിരുന്നു. വലിയ ചെമ്മീനും ഭയങ്കര വിലയും, 400 രൂപ കിലോ. അപ്പോൾ ചെറിയ ചെമ്മീന് കിലോ 200. അപ്പോൾ അങ്ങനെ ഒരു 1/4 കിലോ ചെമ്മീൻ മേടിച്ച് 250 രൂപയ്ക്ക്. ആ സാധനം എന്തായാലും നോക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്നത് അഴിമുഖത്തിൻ്റെ സൈഡാണ് കേട്ടോ, അതായത് പുഴ കടലിൽ ചേരുന്ന സ്ഥലം. ഈ പുലിമുട്ടിൻ്റെ അപ്പുറത്തെ സൈഡാണെങ്കിൽ കടലിൻ്റെ സൈഡാണ്. അവിടെ വേണമെങ്കിൽ നിന്ന് നോക്കാം. ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് നിന്ന് നോക്കാം, അപ്പുറത്തെ സൈഡിലേക്ക് നിന്ന് നോക്കാം. ഇവിടെ രക്ഷയില്ലാന്നുണ്ട്, ഭയങ്കര ഒഴുക്ക്. അത് പുഴയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ വരുന്ന, പുഴയും കടലും ചേരുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അപ്പുറത്ത് നിന്ന് നോക്കാം. ഇവിടെ ഒരു 5 മിനിറ്റ് കൂടി നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ആ പോണത് ഒഴുക്കുവലക്കാരാണ് കേട്ടോ. ഒഴുക്കുവലക്കാരെന്ന് പറഞ്ഞാൽ അവർ നല്ല ദൂരേക്ക് പോകും, ഒരുപാട് ദൂരെ, ഏറ്റവും ദൂരെ പോയിട്ട് ഫിഷിങ് ചെയ്യുന്നത് ശരിക്കും ഒഴുക്കുവലക്കാരാണ്. അവരാണ് നമ്മുടെ വലിയ മീനുകളെ, ചൂര, നെയ്മീൻ അങ്ങനെയുള്ള മീനുകളൊക്കെ കൊണ്ടുവരുന്നത് അവരാണ്, ഒഴുക്കുവലക്കാരാണ്. അവർ പോയി കഴിഞ്ഞാൽ ഒരു 5 ദിവസം മുതൽ ഒരാഴ്ച വരെയൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക.
ഹുക്കിൻ്റെ എണ്ണം കൂട്ടിയിട്ടാ ഒരു 3 ഹുക്ക് ഇട്ടുണ്ട്. ഏതിലെങ്കിലും കൊടുങ്ങട്ടെ. ഒരെണ്ണം കിട്ടിയിടപ്പാ. കഴുതക്കണമ്പ് പൂവല്ലേ, ആദ്യമായിട്ട് കിട്ടിയതാണ്. കണമ്പാണ് കേട്ടാ. ഈ കണമ്പാണെങ്കിൽ മൈദയിട്ട് ചൂണ്ടിയാൽ മതിയായിരുന്നു. മൈദാമ കിട്ടും. അച്ചറൊരെണ്ണം കിട്ടിയിട്ടാ ആദ്യമായിട്ട്. ചെറുതാണ് എന്നാലും ഇതിനാണ് നമ്മൾ ലക്ഷ്യം വെച്ച് വന്നത്. സാധാരണ കിട്ടി. ആ പോണതാണ് ബോട്ടുകൾ കേട്ടോ. ബോട്ട്, ട്രോളിങ് ബോട്ട് എന്ന് പറയില്ലേ, ആണ്. അത് വലിയ ബോട്ടാണ്. സെൻറ്റ് അർമീൻ. ഞാൻ എന്താ വേറൊരു ഹുക്ക് കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും മൈദ ഇട്ടിട്ട് കണമ്പിനെ പിടിക്കാൻ ചൂണ്ടുന്നൊരു സ്റ്റൈലാണ്. പക്ഷേ നമ്മുടെ മൈദയില്ല. എന്നാലും ചെമ്മീൻ ഇട്ടിട്ട് കഴുതക്കണമ്പ് കിട്ടുമെന്ന് നോക്കാം. കഴുതക്കണമ്പിനെ ഇപ്പോൾ ചെമ്മീൻ പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചെമ്മീൻ എടുക്കുന്നുണ്ട്, തീറ്റ എടുക്കുന്നുണ്ട്. അപ്പോൾ കിട്ടുമോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാ ബോട്ട്, അടുത്ത ബോട്ട് പോകണം. വേളാങ്കണ്ണി മാത. അപ്പോൾ നമ്മൾ അടുത്തൊരു ട്രൈ ആണ് കേട്ടോ. ഇത് കണ്ടോ, അടിയിലൊരു ട്രബിൾ ഹുക്കല്ല, 3 ഹുക്ക് വെച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കിയതാണ്. പിന്നെ മുകളിൽ 2 ഹുക്ക്. മുകളിലത്തെ ഹുക്കിൽ ചെമ്മീൻ കുത്തിയിട്ടുണ്ട്. താഴെ ഹുക്കിലൊന്നും ഇട്ടിട്ടില്ല. അത് വലിക്കുമ്പോൾ ഹുക്കാവാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊമ്പങ്കാളയാട്ടോ കിട്ടിയത്. ഹെലികോപ്റ്റർ ഫിഷ് എന്നൊക്കെ പറയും. സാധനം നമ്മൾ ഉപയോഗിക്കുന്നതല്ല, നമ്മൾ എടുക്കാറില്ല കഴിക്കാൻ കേട്ടോ. ചില ആളുകളൊക്കെ കഴിക്കാനെടുക്കും, പക്ഷെ നമ്മളെടുക്കാറില്ല. സംഭവം ഇനിയിത് അൺഹുക്കിയാണ്. ഇതിനെ പിടിച്ചു കഴിഞ്ഞാലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര കൊഴുപ്പാണ് ഇതിൻ്റെ ശരീരത്തിലൊക്കെ. അങ്ങനെ വിട്ടുകൊടുക്കാം. എന്താ കിട്ടി. നച്ചറൊരെണ്ണം കിട്ടിയിട്ടാ. ഇതിൻ്റെ മുള്ളു കുത്തീനെ കണ്ടല്ലോ, വിവരറിയും. പിന്നെ വളരെ സൂക്ഷിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ പണി കിട്ടും. തലമ പിടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. വീണ്ടും ഒഴുക്കുവലക്കാർ കൊണ്ടിട്ടാ. ക്രൈസ്റ്റ് ദ കിങ്. ഒഴുക്കുവലക്കാർ കൂടുതലും ട്രിവാൻഡ്രം ആ ഭാഗത്തുള്ള ആൾക്കാരാണ്. ട്രിവാൻഡ്രം കുളച്ചില ആ ഭാഗത്തു നിന്ന് വരുന്നവരാണ് കേട്ടോ. അടുത്തൊരെണ്ണം കൂടി കിട്ടി. ചെറുതാണൊക്കെ കിട്ടണത്, വലുതൊന്നുമില്ല. കിട്ടി, അവിടെ വീണു. അപ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് മീനൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും പോവാൻ കേട്ടോ. കുറേ നാളായി ചൂണ്ടിടാൻ വന്നിട്ട് ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ വന്നതാണ്. അധികം മീനൊന്നും കിട്ടിയില്ല, കുറച്ച് മീനേ കിട്ടിയുള്ളൂ. എന്തായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ പോട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇനി സ്ഥിരമായിട്ട് ഇടാൻ ശ്രമിക്കാം. ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാത്തതെന്ന്. പരമാവധി നമ്മൾ ട്രൈ ചെയ്യാം കേട്ടോ. വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി, പോട്ടെ, ബൈ. സമയം 1 മണിയായി. രാവിലെ ഒരു 10 മണിക്കൊക്കെ വന്നാ 3 മണിക്കൂറായി.